ഇന്ന് രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റർ സാജൻ നിർത്തിയിടത്ത് നിന്ന് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഏത് സങ്കീർത്തനമാണ്, എന്താണ് പ്രസംഗിക്കുന്നത് എന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നില്ല, എന്നോട് ആവശ്യപ്പെട്ടതുമില്ല ഇന്നത് ശുശ്രൂഷിക്കണമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നടത്തിപ്പ് അങ്ങനെയാണ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യെസ്. ഓക്കെ, മതി. 4 സുവിശേഷങ്ങളാണ് പുതിയ നിയമത്തിൽ ദൈവസഭയ്ക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത്, ദാനമായി ലഭിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെതും യോഹന്നാൻ്റെതും. അതിൽ 3 സുവിശേഷങ്ങളെ സമാന്തര സുവിശേഷങ്ങളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നുള്ളത് മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്. സമാന്തര സുവിശേഷങ്ങൾ എന്തുകൊണ്ട് അവയെ അങ്ങനെ വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം, അവയിൽ കൂടുതൽ ഭാഗങ്ങളും അന്യോന്യം കടപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. മത്തായി രേഖപ്പെടുത്തിയത് മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളെങ്കിലും അതിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ആ ഇൻസിഡൻറ്റിനെ. അതുകൊണ്ട് അവരെ സമാന്തര സുവിശേഷം എന്ന് നമ്മൾ വിളിക്കും. എന്നാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം വളരെ യുണീക്കായിട്ടുള്ളൊരു സുവിശേഷമാണ്, വളരെ യുണീക്കായിട്ടുള്ളതാണ്. യേശുവിൻ്റെ ദൈവ അസ്തിത്വത്തെക്കുറിച്ച്, ദ ഡിവിനിറ്റി, ദ ഡീറ്റി, കർത്താവിൻ്റെ ദൈവ അസ്തിത്വത്തെക്കുറിച്ച് വളരെ സവിസ്തരം രേഖപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, ദൈവാസ്തിത്വത്തെക്കുറിച്ച്, ദ ഡിവിനിറ്റിയെക്കുറിച്ച് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തു ദൈവപുത്രനായ ദ വേർഡ് ബിക്കേം ഫ്ലഷ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിലപ്പുറം യേശുവിൻ്റെ ദൈവാസ്തിത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തേണ്ട ഒരു വാക്യം നമുക്ക് ലഭിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ നൂറുകണക്കിന് വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റിയെക്കുറിച്ച് പറയുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം വളരെ യുണീക്കായിട്ടുള്ളൊരു സുവിശേഷമാണ്. അങ്ങനെ ഈ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ നമ്മൾ ആ വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് 6 days ബിഫോർ ദ പാസ് ഓവർ. അവിടെ എഴുതിയിരിക്കുന്നത് പെസഹയ്ക്ക് 6 ദിവസം മുൻപേ. ബൈ ദ വേ, സുവിശേഷങ്ങൾ 4 നമ്മുടെ കൈകളിലുണ്ടെങ്കിലും 4ലും യേശുവിൻ്റെ പൂർണ്ണ ജീവചരിത്രം നമുക്ക് ലഭിച്ചിട്ടില്ല. സുവിശേഷങ്ങൾ വായിക്കുന്നവർക്കും അത് പഠിക്കാൻ ശ്രമിക്കുന്നവർക്കും അറിയാം, കേവലം 10-15 ദിവസത്തെ ജീവിതത്തിൻ്റെ 33 വർഷത്തെ രേഖകൾ മാത്രമേ സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിലും അവസാനത്തെ 7 ദിവസത്തെ അവസാനത്തെ ആഴ്ചയാണ് വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് 4 സുവിശേഷകരും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ 33 വർഷത്തെ ചരിത്രങ്ങൾ, രേഖകൾ, അവൻ നടത്തിയ സുവിശേഷ പ്രാസംഗികങ്ങൾ, ചെയ്ത ശുശ്രൂഷകളൊന്നും സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 50%, 50%, മോർ ദാൻ 50% രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ അവസാനത്തെ ആഴ്ചയാണ്, ദ ലാസ്റ്റ് 7 days. മത്തായിയുടെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 33% യേശുക്രിസ്തുവിൻ്റെ അവസാന ചരിത്രങ്ങൾ, അവസാന ജീവിതത്തെ, ലാസ്റ്റ് 7 days രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മർക്കോസും ഏകദേശം 40% അവസാനത്തെ ആഴ്ചയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ലൂക്കോയുടെ സുവിശേഷത്തിൽ ഏകദേശം 23-25% അവസാനത്തെ ആഴ്ചയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ കാലയളവ്, അവൻ ജീവിച്ച ആ ലാസ്റ്റ് ആഴ്ച എന്ന് പറയുന്നത് മാനവരാശിക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ആഴ്ചവട്ടക്കാലമായിരുന്നു എന്നുള്ളതാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ചില ആഴ്ചകൾ അതിൻ്റെ വാരാഘോഷങ്ങളൊക്കെ, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിരുന്നല്ലോ ലോകത്തെമ്പാടും ക്രിസ്തീയ സമൂഹങ്ങൾ, ക്രിസ്തീയ സഭ കൊണ്ടാടിക്കൊണ്ടിരുന്നത്. എന്നാൽ പലപ്പോഴും അതിൻ്റെ പ്രാധാന്യത അറിയിക്കുന്നില്ല. എന്തുകൊണ്ട് യേശുവിൻ്റെ അവസാനത്തെ ആഴ്ച ഇമ്പോർട്ടൻ്റ് ആണ്? എന്തുകൊണ്ട് യേശുവിൻ്റെ ആ കഷ്ടാനുഭവങ്ങളുടെ ആ കാലയളവ് ക്രിസ്തീയ സഭയ്ക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്? നമുക്ക് കാനാവിലെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം. യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത് ദുഃഖസാന്ദ്രമായിരിക്കേണ്ട ഒരു ഭവനത്തെ, അല്ലെങ്കിൽ ആകുലതകളിൽ മുങ്ങിത്താഴേണ്ട ഒരു കുടുംബത്തെ കരം പിടിച്ചുയർത്തി സന്തോഷമാക്കിയ ആ വീട്ടിലെ ആനന്ദത്തെക്കുറിച്ച് നമുക്ക് പറയാം. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, അത് മാനവരാശിയുടെ രക്ഷയ്ക്ക് പ്രാധാന്യമല്ല. യേശു ചെയ്ത പ്രവൃത്തികൾ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് നമുക്ക് പ്രസംഗിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൊടുക്കാം. അവൻ ദൈവപുത്രൻ എന്ന് വെളിപ്പെടുത്തിയത്. എന്നാൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് അതും പ്രാധാന്യം അർഹിക്കുന്നതല്ല. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നേ ഉള്ളൂ, അവൻ ക്രൂശെടുത്ത് കൽവറിയുടെ കുലമരത്തിലേക്ക് കടന്നുപോയത്. ഞാനും നിങ്ങളും യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ കാരണമായതും അത് തന്നെ ആണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ, തൻ്റെ അരുമ ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന യോഹന്നാൻ പറയുകയാണ്, അവൻ്റെ അവസാനത്തെ ആഴ്ചയുടെ ആരംഭത്തിൽ 6 days before the Passover, 6 days before the Passover, 6 ദിവസങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിക്കുന്നത്? യേശു ബെഥന്യയിലേക്ക് വരികയാണ്. ബെഥാന്യ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാന ജംഗ്ഷൻ പോയിന്റ് ആണ്. ഈ ബെഥാന്യയിലായിരുന്നു യേശുവിന് പ്രിയപ്പെട്ട പലരും ഉണ്ടായിരുന്നത്. അവിടുത്തെ പ്രധാന ഭവനങ്ങളിൽ ഒന്നായിരുന്നു മാർത്തയുടെയും മറിയുടെയും അവരുടെ സഹോദരനായിരുന്ന ലാസറിൻ്റെയും വീട്. ഈ ബെഥാന്യയിൽ തന്നെയാണ് കുഷ്ഠരോഗിയായിരുന്ന ഒരു ശീമോൻ യേശുവിന് വേണ്ടി ഒരു അത്താഴം ഒരുക്കിയത്. ബൈ ദ വേ, ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ഒരു അത്താഴ വിരുന്നിലേക്കാണ് വരുന്നത്. ഒരു അത്താഴ വിരുന്നിൻ്റെ ഒരു സന്ദർഭമാണ്. അവൻ അത്താഴം കഴിക്കാനായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ടിരിക്കുകയാണ്. പലരും അഭിപ്രായപ്പെടുന്നുണ്ട്, ഈ അത്താഴം യോഹന്നാൻ 12 രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ ശീമോന്റെ ഭവനത്തിൽ നടന്ന അത്താഴമാണ്. മാർത്തയുടെയും മറിയയുടെയും സ്വന്തം ഭവനത്തിലായിരുന്നില്ല. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ആ സന്ദർഭമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഒരുപക്ഷെ ശീമോന്റെ ഭവനത്തിലായിരുന്നിരിക്കാം. യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ശീമോൻ അല്ല, കുഷ്ഠരോഗിയായിരുന്ന സൈമൻ ദ ലെപ്പർ, കുഷ്ഠരോഗിയായിരുന്ന സൈമന്റെ വീട്ടിലായിരുന്നു, ശിമോന്റെ വീട്ടിലായിരുന്നു ഒരുപക്ഷെ ഈ അത്താഴം ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ അത്താഴത്തിന്റെ പ്രധാനമെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു പേര് തന്നെ 2 പ്രാവശ്യം ഉച്ചരിച്ച ഒരാളുണ്ട്. അതാരുടേതാണെന്ന് നമ്മൾക്കറിയാം. എന്താണ് നമ്മൾ വായിച്ചത്? ലാസർ lived. അതിൻ്റെ 3-ാമത്തെ വാക്യമായിരിക്കും, 2-ാമത്തെ വാക്യത്തിന്റെ അവസാനം വായിക്കുമ്പോഴും while Lazarus was among those reclining at the table with him. ലാസറസ് എന്ത് ചെയ്യുകയായിരുന്നു? അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവൻ ഒരുവനായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, ചില നാളുകൾക്ക് മുൻപെയാണ് ഈ ലാസറസ് മരിച്ചിരുന്നു. യേശുവിന് വേണ്ടപ്പെട്ട ഒരു ലാസറായിരുന്നു, പ്രാധാന്യമുള്ള ഒരു ലാസറായിരുന്നു, തൻ്റെ സ്നേഹിതനായിരുന്നു. എന്നാൽ അവൻ രോഗിയായി കിടന്നപ്പോൾ യേശുവിന് പോകുവാൻ സാധിച്ചില്ല. യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു, മാർത്തയും മറിയും ആളയച്ചു. യേശു പലപ്പോഴായി കടന്നു പോയിട്ടുള്ള ഒരു ഭവനമായിരുന്നു മാർത്തയുടെയും മറിയുടെയും ലാസറസിൻ്റെയും ഭവനം. ആളയച്ചിട്ടും യേശു കടന്നു വന്നില്ല. ദിനം കൂടിയപ്പോൾ യേശു വന്നില്ല. എന്നാൽ ലാസറസ് മരിച്ചപ്പോഴും യേശു വന്നില്ല.
നാളുകൾക്ക് ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ലെറ്റ് us go, നമ്മൾക്കിപ്പോൾ പോകാം ലാസറസിന്റെ അരികിലേക്ക്. ശിഷ്യന്മാർ വിലക്കാൻ ശ്രമിച്ചു. കാരണം this was towards the final, the last days of Jesus while on this earth. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുന്ന തൻ്റെ അവസാന നാളുകളിൽ ഒന്നായിരുന്നു ഈ ദിവസങ്ങൾ. നിങ്ങൾക്കറിയാം, 3.5 വർഷത്തെ യേശുവിൻ്റെ ശുശ്രൂഷ, യേശുവിനോടുള്ള അനിമോസിറ്റി, യേശുവിനോടുള്ള ശത്രുത, അത് അതിൻ്റെ പാരമ്യതയിലെത്തിയ നാളുകളായിരുന്നു. യേശുവിൻ്റെ ഒരു കാലത്തെ ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഇത്രമാത്രം എതിർപ്പ് യേശു നേരിട്ടിട്ടില്ല. ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും, ഓരോ നാളുകൾ കഴിയും തോറും യേശുവിൻ്റെ ശുശ്രൂഷയോടുള്ള എതിർപ്പുകൾ പരീശന്മാരിലും ശാസ്ത്രിമാരിലും എന്തിന് പുരോഹിത വർഗങ്ങളിലും വളരെയധികം വർദ്ധിച്ചു വന്നിരുന്നു. അവനെ ഏത് വിധേനയും നശിപ്പിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ അവസാനിപ്പിക്കാനുള്ള തക്കം പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ അണിയറയിൽ യൂദാസ് അവരുമായി ബന്ധപ്പെടുകയും ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കണം, യൂദ യേശുവിനെ ഒറ്റുകൊടുത്തത് ഒരു മൂമെന്റ് ഓഫ് ഇമ്പൾസിലായിരുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തെ ദേഷ്യത്തിലായിരുന്നില്ല. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് പല കാലങ്ങളിലായി, പല സമയങ്ങളിലായി അവൻ്റെ കണക്കുകൂട്ടുകളിൽ അനുസരിച്ചായിരുന്നു യേശുവിനെ യൂദ ഒറ്റിക്കൊടുക്കുവാൻ തീരുമാനിച്ചതും ഹി എക്സിക്യൂട്ട് ചെയ്തതും. ഇപ്പോൾ നമ്മൾക്കറിയാം, അവരുടെ പക്കൽ ഒരു തുറുപ്പുചീട്ടുണ്ട്. ആരുടെ പക്കൽ? യേശുവിൻ്റെ വിരോധികളുടെ പക്കൽ. അത് യൂദാസ് ആണ്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനും കാണിച്ചു കൊടുക്കുവാനും വേണമെങ്കിൽ വിറ്റ്നസ് ചെയ്യുവാനും യൂദാസ് തയ്യാറായിരുന്നു. അങ്ങനെ യേശുവിനോടുള്ള എതിർപ്പ് അധികമായി കൂടി വന്നു. ഈ സമയത്താണ് യേശുവിൻ്റെ ശിഷ്യന്മാരോട് താൻ പറയുന്നത്, ലെറ്റ് us go to Bethany. ലാസറസ് ദീനമായിരുന്നപ്പോൾ വരാതിരുന്നതും മരിച്ച നാളിൽ വരാതിരുന്നതും എന്നാൽ ഇപ്പോൾ പോകുവാൻ തയ്യാറായതും ഇതിനൊക്കെ ദൈവിക പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവിക വഴികൾ നമ്മൾക്കറിയേയില്ല. എന്താണ് ദൈവം താമസിക്കുന്നത്? എന്താണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? There is a plan and purpose of God. ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അഭാവമല്ല. എന്തുകൊണ്ട് കർത്താവ് മറുപടി നൽകുന്നില്ല? പ്രിയ സ്നേഹിതരെ, there is a plan and purpose of God. There is a greater glory that needs to be visible in your life. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ പ്രദർശിപ്പിക്കുവാനായിട്ടാണ്. ഇവിടെ നമ്മൾ കടന്നു വരാം. യേശു ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ലാസറസിന്റെ കല്ലറയിൽ കടക്ക് വന്നു. അവൻ കണ്ണുനീർ വാർത്തു. ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചു. ഇതൊക്കെ നമ്മൾക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ലാസർ, he is the center of attraction at the table with Jesus. യേശുവിനോട് കൂടെയുള്ള ആ പന്തിയിൽ, ആ അത്താഴത്തിന്റെ പന്തിയിൽ, ആ വിരുന്നിൽ ലാസറസ് ഒരു മുഖ്യ ഭാഗമായിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അത്താഴ വിരുന്ന് തന്നെ, this was in celebration to the resurrection of Lazarus. ഉയർത്തെഴുന്നേറ്റ ലാസറിനോടുള്ള കർത്താവിന് കൊടുക്കുന്ന ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ ബഥാന്യയിൽ ഈ ഭവനം ഒരുക്കപ്പെട്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? യേശുവിനെ ആദരിക്കുക എന്നുള്ളതാണ്. This was the highest of worship anybody can give it. ആർക്കെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുന്ന മഹത്വം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുന്ന പുകഴ്ച എന്ന് പറയുന്നത്, the highest that you can render to the Lord, everything that you have it, നിങ്ങൾക്കുള്ള സർവവും അവന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരു നന്ദി സൂചകമായിട്ടുള്ള ഒരു ആരാധനയായിരുന്നു. ഇത് നന്ദി സൂചകമായിട്ടുള്ള ഒരു ഡിന്നർ ആയിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അത്താഴമായിരുന്നു. യേശുവിനെ വിളിച്ചുകൊണ്ട് അതിലെ മുഖ്യ ഘടകമായി ലാസറസും ഇരിക്കുകയാണ് ഈ പന്തിയിൽ. ഇവിടെ നമ്മൾക്കറിയാം, ലാസറസ് വാസ് ഫെലോഷിപ്പിംഗ്. He was at the table with Jesus. മാർത്ത എന്ത് ചെയ്യുകയായിരുന്നു? 2-ാമത്തെ വാക്യം, here a dinner was given in Jesus' honor. Martha was serving. Martha served. മാർത്ത എന്ത് ചെയ്യുകയായിരുന്നു? ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഒരേ ഭവനത്തിലുള്ള 3 ആളുകൾ. ഒന്ന് ലാസറസ്. He was reclining at the table. യേശുവിനോട് കൂടെ ആ അത്താഴത്തിൽ ആ പ്രധാനപ്പെട്ട ഭാഗത്തിരിക്കുകയാണ്. അത്താഴം കൂടുമ്പോൾ
അത്താഴം കഴിക്കാൻ കടന്നു വരുമ്പോൾ ആ ടേബിളിൻ്റെ 4 വശത്തും ആളുകൾ ഇരിക്കുകയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എങ്ങനെയാണല്ലോ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ യേശുവിനോട് കൂടെ ചേർന്നുകൊണ്ട്, ഒരുപക്ഷെ യേശുവിൻ്റെ അരികിലിരുന്നു കൊണ്ട്, ഏറ്റവും അടുത്തിരുന്നു കൊണ്ട് ഫെലോഷിപ്പ് നടത്തുന്നത് ലാസറസ് ആണ്. കാരണം ഹീ ഈസ് ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അവനാണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. അവനാണ് ഒരു സാക്ഷ്യമുള്ളത്. അവനാണ് ഒരു സാക്ഷ്യമുള്ളത്. എന്താണെന്നറിയാമോ? ഞാൻ മരിച്ചവനായിരുന്നു, യേശു എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആരോട് സാക്ഷ്യം? അവനോട് ആര് ചോദിച്ചാലും പറയും, I was dead and gone for 4 days. 4 ദിവസത്തേക്ക് ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോഴെന്താണ്? യേശു എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. That's a good testimony. Anybody can have it. Miraculous testimony. അതെനി ആർക്കെങ്കിലും ജീവിതത്തിൽ അങ്ങനെ സൗഭാഗ്യം ലഭിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊള്ളുക. രണ്ടാമത്, മാർത്ത. ഷീ ഈസ് എ സിംബൽ ഓഫ് സെർവിങ്. എപ്പോഴും മാർത്തയ്ക്കുള്ള ഒരു നല്ലൊരു ഗുണമുണ്ട് കേട്ടോ, സർവീസ് എന്ന് പറയുന്നത്. സർവീസ് ഈസ് എ ബെസ്റ്റ് ക്വാളിറ്റി ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. നിങ്ങൾക്ക് സേവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, വേല ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അതിലപ്പുറം മറ്റൊന്നുമില്ലെന്നുള്ളതാണ്. മാർത്ത സെർവ് ചെയ്യുകയാണ്. ഇത് ഒന്നാമത്തെ ഇൻസിഡന്റ് അല്ല. ദിസ് വാസ് നോട്ട് ദ ഫസ്റ്റ് ഇൻസിഡന്റ്. മാർത്തയുടെ സർവീസിനെ കുറിച്ച്, മാർത്തയുടെ ശുശ്രൂഷയെക്കുറിച്ച് സുവിശേഷം രേഖപ്പെടുത്തുന്നത്. മൂന്നാമതൊരാളുണ്ടായിരുന്നു. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ഫോക്കസ് ദിസ് മോർണിംഗ്. മൂന്നാമത്തെ ആളിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മറിയ. Then Mary took. ഓക്കേ, അവിടെ ആ വാക്ക്, അതിൻ്റെ ഘടനയൊന്ന് നോക്കിയേ. മൂന്നാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ എന്താ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? അപ്പോൾ. നിൽക്കണേ, ഒരു മിനിറ്റ് നിന്നേ. അവിടെ ഒരു മിനിറ്റ് നിന്ന് ചിന്തിക്കേണ്ട ഒരു വാക്കാണത്. പലപ്പോഴും ബൈബിളിലെ ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ബൈബിൾ വായിക്കുമ്പോൾ അതിൻ്റെ ഘടനയിലാണ് മീനിങ്, അതിൻ്റെ ഘടനയിലാണ് ഒരു മെസ്സേജ് ഉള്ളതെന്നുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത്, ലാസറസ് യേശുവിനോടുകൂടെ തീന്മേശയിലിരിക്കുകയാണ്. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അവിടെയാണ് ആ വാക്ക് വരുന്നത്, അപ്പോൾ. Fellowship was there, service was there, but one thing was missing. Fellowship is there, service is there, but one thing is missing. എന്താണ് മിസ്സിംഗ് എന്ന് അറിയാമോ? An adoration, a worship was missing. ആരാധന മിസ്സിംഗ് ആയിരുന്നു. Hallelujah. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ മറിയ, ഓക്കെ, വിലയേറിയ ഒരു സ്വച്ഛ ജഡമാംസ തൈലം, യെസ്, എ പ്യൂർ നാഡ്, യേശുവിന്റെ കാൽക്കൽ പൂശുകയാണ്. Let me tell you this morning, നമ്മുടെ വർഷിപ്പ് എന്ന് പറയുന്നത്, if my worship does not cost me, ഇന്ന് രാവിലെ നമ്മൾ കേട്ടതും അത് തന്നെയാണ്. If my worship doesn't spend it, ചെലവാകാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മഹത്വമുള്ള ഒന്നല്ല. If I cannot spend it, if it doesn't cost me, if it doesn't, get out of me, then that doesn't bring real glory and honor to God. ദൈവത്തിന് വരുന്ന മഹത്വം അതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. എന്താ ദൈവത്തിന് വരുന്ന മഹത്വം എന്നറിയാമോ? കർത്താവിന് കൊടുക്കേണ്ട മഹത്വം എങ്ങനെയാ വരുന്നതെന്ന് അറിയാമോ? Our worship needs to cost. ദാവീദ് അതാ പറഞ്ഞത്. ദാവീദ് പറഞ്ഞത്, if it doesn't cost me, I will not give it to him. ചെലവാകാത്ത ആരാധന ദൈവത്തിനുള്ളതല്ല. ദൈവമക്കൾ, ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളിവിടെ വരുന്നു എന്നുള്ളത് ശരിയാ, നിങ്ങളിവിടെ ഇരിക്കുന്നു എന്നുള്ളത് ശരിയാ, പാടുന്നു എന്നുള്ളത് ശരിയാ, പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ബട്ട് ഇഫ് ഇറ്റ് ഡസന്റ് റിയലി പേ എ പ്രൈസ്, then that doesn't give glory and honor to our God. ദൈവത്തിന് മഹത്വം വരുന്നില്ല എന്നുള്ളതാണ്. അവന് നാമത്തിന് തക്ക മഹത്വം കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? What does it mean? Give a glory due that is unto his name.
3 കാര്യങ്ങൾ ഞങ്ങൾ പറയാം മറിയയുടെ ഇതിൽ. Her worship costed. There was a cost to the worship. അതിനെക്കുറിച്ച് നമുക്ക് വരാം. 2, this was pouring out. പകരപ്പെടുന്ന ഒന്നായിരുന്നു. Her worship was being poured out. 3, her worship that filled the atmosphere. The worship that filled the atmosphere. അവരിരുന്ന സ്ഥലം എന്താ സംഭവിച്ചെന്ന് അറിയിരിക്കുന്നത്? The house was filled with the fragrance of the perfume. അവരിരുന്ന തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഇന്ന് രാവിലെ ചിന്തിക്കേണ്ടത്, ദൈവമക്കൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളാണ്. I'm going to just give you the skeleton because I don't have the time. പാസ്റ്ററെ പോലെ എനിക്കും ഇത് പെൻഡിങ്ങിൽ വെക്കേണ്ടതായിട്ട് വരും. 3 കാര്യങ്ങൾ, അതിന്റെ സ്കെൽറ്റൻ മാത്രം നിങ്ങൾക്ക് തരാം. 1, മറിയയ്ക്ക് this was costly. അവിടെ എഴുതിയിരിക്കുന്നത് വിലയേറിയ, a very expensive perfume. Having fellowship did not cost anything for Lazarus. ലാസറസിന് എന്തെങ്കിലും കോസ്റ്റ് ആയോ? അവൻ ഇൻവിറ്റേഷൻ, ഇവിടുത്തെ കല്യാണങ്ങൾക്ക് കയറി ഇൻവിറ്റേഷൻ ഉണ്ട്, കാർഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടേബിൾ എന്താണ് ഒക്കെയാണ്, നമുക്കൊരു ടേബിൾ പക്കയാ, ഉറപ്പുണ്ട് കല്യാണത്തിന്. നാട്ടിലെ പോലെ അല്ലല്ലോ, ഇടിച്ചു കയറാൻ നോക്കത്തില്ലല്ലോ. ഇവിടെ because you are invited, you have a table which is reserved for you. നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നാണ് ആ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. Because you are invited. That did not cost anything to you just to get inside. മാർത്ത അവൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നു. Because she was talented for that, she was called for that. She had the ability to serve. അതിനും വേണം കേട്ടോ, ഗിഫ്റ്റിംഗ് വേണം, സർവീസിനും ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് ഇല്ലാത്തവർ സെർവ് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് പഴയ കാലങ്ങളിലുള്ള അപ്പച്ചന്മാർ നമ്മളോട് പറയുമായിരുന്നു. ഗിഫ്റ്റിങ്ങിന്, സർവീസിന് ഗിഫ്റ്റ് വേണം. But we don't read anything that cost here. But Mary, her act of worship, which truly and indeed, which cost, വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. എന്താ എഴുതിയിരിക്കുന്നത്? വിലയേറിയതൊന്നാണ്. Which was costly. Later on in the passage, ഇതിൻ്റെ 2ാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതിൻ്റെ 2ാമത്തെ 4ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴും നമ്മൾക്കറിയാം, അവിടെ യൂദാസ് ഇസ്കറിയോത്ത് തൻ്റെ കാൽക്കുലേഷനിലും തൻ്റെ കണക്കും തൻ്റെ കാൽക്കുലേറ്ററും ഒക്കെ എടുത്തിട്ട് താൻ പറയുകയാണ്, ഇതെന്താണെന്നറിയാമോ? If we had sold it, എത്ര കിട്ടുമെന്നാ പറഞ്ഞത്? 300 ദിനാരീസ്, 300 വെള്ളിക്കാശ്. അവൻ വെള്ളിക്കാശിൻ്റെ ആളാ. പത്രോസ് യൂദ വെള്ളിക്കാശിൻ്റെ ആളായിരുന്നു. അവൻ 20 വെള്ളിക്കാശ് കിട്ടിയപ്പോഴും 30 വെള്ളിക്കാശ് കിട്ടിയപ്പോഴും അവൻ യേശുവിനെ ഒറ്റയ്ക്കെടുക്കുക. അവൻ പറയാണ്, this is 300 times 300 സിൽവർ വെള്ളിക്കാശ് നമുക്ക് കിട്ടും. അതിനടുത്ത് എഴുതിയിട്ടുണ്ട്, പാവങ്ങളെക്കുറിച്ചുള്ള വിചാരമായിരുന്നില്ല, മറിച്ച് അവൻ്റെ കയ്യിലായിരുന്നു എന്ത്? അവൻ്റെ കയ്യിലായിരുന്നു സഞ്ചി ഇരുന്നത്, അവനായിരുന്നു ട്രഷറർ. അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ്, അവൻ മുൻപേ കള്ളനായിരുന്നു, അതുകൊണ്ടാണ്. അതിലേക്കല്ല നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ്, ദിസ് വാസ് കോസ്റ്റ്ലി. ഒരാൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ദിസ് വാസ് ഓൾമോസ്റ്റ് the whole year wage for an average man. ഒരു പുരുഷന് ലഭിക്കുന്ന ഒരു വർഷത്തെ അവൻ്റെ വേജസ് ആയിരുന്നു ഈ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞത്. But Mary, at that moment, she carried it to the feet of Jesus. ഒന്നാമത് ആരാധന എന്ന് പറയുന്നത്, it is personal. ആരാധന എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളതാ. It is personal and then it is intentional. ആരെങ്കിലും സ്റ്റേജിൽ നിന്നുകൊണ്ട് പാട് കൈകൊട്ട് ഉറച്ചു പാട് ഉച്ചത്തിൽ പാടെന്ന് പറഞ്ഞിട്ട് പറയേണ്ടതും ചെയ്യേണ്ടതുമായ ഒരു ക്രിയയല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് it is intentional. It needs to be intentional because you walked into this hall.
ഈ ഹോളിൻ്റെ അകത്തേക്ക് നിങ്ങൾ വന്നത്, ഐ നോ ദാറ്റ് യു കെയിം ഇന്റൻഷനലി. നിങ്ങൾക്ക് വേണ്ടതുകൊണ്ടല്ല. ആരും നിങ്ങളെ അടിച്ചു കെട്ടിയോ പിടിച്ചോ വലിച്ചിഴച്ചോ അല്ലല്ലോ ഹോളിനകത്തേക്ക് വന്നത്. നിങ്ങൾ സ്വയമേ വന്നതല്ലേ. എന്നാൽ നിങ്ങളുടെ ആരാധന എങ്ങനെയുള്ളതായിരുന്നു? Was it truly that you wanted to do it? ഇവിടെ ലീഡ് ചെയ്യുന്ന പ്രാടാൻ ആരുമില്ലെങ്കിലും നമ്മൾ എത്ര പേര് കർത്താവിനെ ആരാധിക്കും? ഒരു പ്രോത്സാഹനമില്ലെങ്കിൽ എത്ര പേർ ദൈവത്തെ ആരാധിക്കും? ഈ ഉപകരണങ്ങൾ ഒന്നും ഇവിടെ വായിക്കുവാൻ കുഞ്ഞുങ്ങളില്ലായിരുന്നുവെങ്കിൽ എത്ര പേർ ദൈവത്തെ മഹത്വപ്പെടുത്തും? ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? Will your worship come intentionally? Truly you wanted? നമുക്ക് വേണ്ടത് കൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമോ? ഇന്ന് പകൽക്കാലം ചിന്തിച്ചു നോക്കണം. അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ പറയുമ്പോൾ, ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കാൻ പറയുമ്പോൾ നമുക്ക് സാധിക്കുമോ? It needs to be something, very costly perfume anoints the feet of Jesus because she wanted to do it. She doesn't wanted a casual form of worship. Okay, പലരും പാടുന്നതല്ലേ, എങ്കിലും ഞാനും എൻ്റെ ശബ്ദത്തെ ഒന്ന് അനക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പാടുകയല്ലായിരുന്നു, ആരാധിക്കുകയല്ലായിരുന്നു അറിയാം. It was not a casual thing. It's not even a casual thing to pour that 300 denaries, such a costly perfume and break it at the feet of Jesus. യേശുവിന്റെ പാദപീഠത്തിൽ അത് ഒഴിക്കുവാൻ തക്കവണ്ണം. It was not an ordinary service. കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ, കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടി വരുമ്പോൾ എത്ര പേർ വില കൊടുക്കാൻ തയ്യാറുണ്ടത്? നമ്മളൊക്കെ വളരെ ഈസി ഗോയിങ് ആണ്. ഈസി ഗോയിങ് എന്ന് പറയുമ്പോൾ, okay, if it doesn't cost me anything, then I would be part of that one. If it doesn't give me any trouble, ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നുണ്ടെങ്കിൽ, പ്രതികൂലങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചുകൊള്ളാം. എന്നാൽ തീച്ചുളയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർ തയ്യാറാണ്? പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആളുകൾ നിന്നെ എതിർക്കുമ്പോൾ, നിന്റെ ആരാധനയെ തടസ്സം ചെയ്യുമ്പോൾ, നിന്റെ ദൈവിക സ്നേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ, അവിടെയും നിനക്ക് ദൈവത്തിന് കൊടുക്കാൻ സാധിക്കുമോ? That is intentional. നോക്കണേ, this was an important gathering. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്യാതറിംഗ് ആയിരുന്നു. It was a feast. Jesus was there. Lazarus was next to Jesus, a man who came from death. മരണത്തിൽ നിന്ന് പുറത്തു വന്ന ഒരുവൻ. ഈ 12 പേര് മാത്രമല്ല യേശുവിനെ അവിടെ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. അനേക ആളുകൾ വിറ്റ്നസ് ചെയ്യുവാനും ഉണ്ടായിരുന്നു. കാരണം this was just after the miracle. Life to death, death to life. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ സംഭവത്തിന് ശേഷമുള്ള അത്താഴ വിരുന്നായിരുന്നു, നന്ദി സൂചകമായിട്ട്. അപ്പോൾ എത്രയോ ആളുകൾ വിറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ആ വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയാണെന്നറിയാമോ? നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. When everybody are onlookers, മറ്റുള്ളവർ കാണാൻ വന്നപ്പോൾ, മറ്റുള്ളവർ എന്തെങ്കിലും നേടാൻ വന്നപ്പോൾ, you have come to give, you have come to pour out, you have come to show you how much you love Jesus. യേശുവിനെ എത്രമാത്രം നീ സ്നേഹിക്കുന്നുണ്ട്, യേശുവിനെ എത്രമാത്രം നീ ബഹുമാനിക്കുന്നുണ്ടെന്ന് പറയാൻ തക്കവണ്ണം നീ തയ്യാറാകുന്നത്. It is paying a price. അത് നിന്റെ ആരാധന. ഇറ്റ്സ് യുവർ ചോയ്സ്. നമ്മളൊക്കെ നമ്മുടെ ആരാധന പലപ്പോഴും കാഷ്വലായിട്ട് എടുക്കുന്ന ഒന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ പാസ്റ്റർ സമയമുണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ, ഹോളിഡേയ്സ് എന്തെങ്കിലും മറ്റൊരു എക്സ്ക്യൂസും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വന്നോളാം. ഫ്രണ്ട്സൊക്കെ വരാമെന്ന് പറഞ്ഞ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾ താമസിച്ചവർ പലരും ഉണ്ടല്ലോ. ആഴ്ച കിട്ടുന്നത് ഒരു ദിവസമായിരിക്കും. സൺഡേയിൽ നിങ്ങൾക്ക് ഒരു ദിവസമായിരിക്കും കിട്ടുന്നത്. അന്നത്തെ ദിവസം തുണി കഴുകണം, ആഹാരം ഉണ്ടാക്കണം, ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യണം, മോളിൽ പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ആ ദിവസം ഉണ്ടെന്നറിയാമോ? പക്ഷേ ഇതൊന്നുമില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വരാം. രാവിലെ സമയം മനസ്സിലാക്കിക്കൊള്ളണം, നിനക്ക്
സമയമുള്ളപ്പോൾ ചെയ്യേണ്ട ഒന്നല്ല ആരാധന എന്ന് പറയുന്നത്. നീ സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒന്നാണ് ആരാധന എന്ന് പറയുന്നത്. You find time. So prayer, the worship was personal. You know, this was not an emotional impulse. She did not do it out of curiosity. It was well calculated. എന്താ അവൾ ചെയ്തത് അറിയാമോ? She brought the whole year wages of her husband. We don't know about her husband. It is not recorded. മാർത്തയുടെ ഹസ്ബൻഡാണ് സൈമൺ ദ ലെപ്പർ എന്ന് പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് വാസ് ഇൻ ഹെർ ഹോം. ഷി വാസ് സെർവിംഗ്. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, a man who worked for the whole year and gathered the whole money, അത് ഒരു നിമിഷത്തെ ഇമ്പൾസിൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽ കീഴെ വയ്ക്കുകയല്ലായിരുന്നു, മറിച്ച് ഇറ്റ് വാസ് വെൽ കാൽക്കുലേറ്റഡ്. ഐ റിസർവ്ഡ് ഇറ്റ് ഫോർ മൈ ലോർഡ്. നിങ്ങൾ ഈ ആഴ്ചവട്ടത്തിൽ 6 ദിവസങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ ലഭിക്കുന്നുണ്ടല്ലോ. 6 ദിവസങ്ങൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, 6 ദിവസങ്ങൾ നമ്മൾ ഭവനത്തിലായിരിക്കുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് ഹൗ മെനി ടൈംസ് ദാറ്റ് വി തിങ്ക് അബൌട്ട് സൺഡേ മോർണിംഗ് വർഷിപ്പ്? ആരാധനയെക്കുറിച്ച്, എനിക്ക് കർത്താവിനെ ആരാധിക്കണം. സഹോദരങ്ങൾ കൂടി വരുമ്പോൾ എത്ര പേർ ആരാധനയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അതോ ഞായറാഴ്ച രാവിലെ 8 മണിയാകുമ്പോഴാണോ ചിന്തിക്കുന്നത് ഇന്ന് സൺഡേ ആണല്ലോ എന്ന്? എൻ്റെ പ്രിയ സ്നേഹിതരെ, അങ്ങനെ ആയിരിക്കരുത്. ഈ യുവർ ഡിവോഷൻ ടു ജീസസ്, യേശുവിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഡിവോഷൻ എന്ന് പറയുന്നത് 6 ദിവസം ജോലി ചെയ്യുവാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ, നടക്കുവാൻ നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ധമനികൾ ഇടിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾക്ക് ശേഷിയുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കണം, ഞായറാഴ്ച എന്നുള്ളത് ദൈവസന്നിധിയിൽ പോകുവാനായിട്ടുള്ളതാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ തിങ്. ഇറ്റ് വാസ് നോട്ട് an emotional impulse. It was an intentional devotion. Oh, hallelujah. Mary had sat at Jesus before Luke, in Luke chapter 10. Now she returned not to just listen but to give. ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം തീരുകയാണ് ഇന്നത്തെ. ആരെങ്കിലും മേരിയുടെ ഒരു പിക്ചർ ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ, മേരിയുടെ ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ, മേരിയെക്കുറിച്ച് 3 ഭാഗങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ, 2 യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ, ഇന്ന് 3-ാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ. ആദ്യമേ നമ്മൾ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. She was at the feet of Jesus. If anybody draws a picture of Jesus, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിലൊന്നാക്കാം കേട്ടോ. മേരിയുടെ പിക്ചർ വരയ്ക്കാനുള്ള 3 പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ, ഒന്ന്, യേശുവിൻ്റെ പാദപീഠത്തിങ്കൽ ഇരിക്കുന്നത്. എന്താണ് അവൾ അവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? ഷി വാസ് റിസീവിങ് ഇറ്റ്, ഷി വാസ് ലിസണിങ്. അവിടെയാണ് മാർത്ത വന്ന് കംപ്ലൈൻറ്റ് പറയുന്നത്. മാർത്ത വന്ന് പറയുന്നത്, ഗുരു, ഞാൻ അകത്ത് കിടന്ന് വിഷമിക്കുകയാണ്, ചൂട് കൊള്ളുകയാ. ഇവിടെ മറിയ എന്ത് ചെയ്യാണ്? അവൾ അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഇരിക്കുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞതുകൊണ്ട്, മാർത്ത, യു ആർ വറീഡ് അബൌട്ട് മെനി തിങ്സ്, ബട്ട് മേരി ഹാവ് ചോസൻ ദ ബെറ്റർ തിങ്. അവൾ ഉത്തമമായതിനെ തിരഞ്ഞെടുത്ത്. എന്തെന്നറിയാമോ? ഷി വാസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. രണ്ടാമത് മറിയെക്കുറിച്ച് കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലാസറസിന്റെ മരണത്തോടുള്ള ബന്ധത്തിലാണ്. യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു. യേശു വരുവാൻ താമസിച്ചു. യേശു വന്നില്ല. 4 നാളുകൾക്ക് ശേഷം യേശു വരുന്നു. യേശു വരുന്നുണ്ട് എന്ന് കേട്ടതുകൊണ്ട് മാർത്ത ഓടി ആ ഗ്രാമത്തിൻ്റെ അരികിൽ വന്നു യേശുവിനെ എതിരേൽക്കാൻ. അപ്പോഴും മറിയ ചെന്നില്ല. മറിയ വീട്ടിലിരുന്നു. അല്പസമയത്തിന് ശേഷമാണ് മറിയ എന്ത് ചെയ്യുന്നത്? യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത്. അവിടെ കാൽക്കൽ വീഴുകയാണ്. നോക്കണേ, മറിയയ്ക്ക് യേശുവിൻ്റെ കാലിനെ വിട്ടൊരു പരിപാടിയില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒന്നാമത് അവൾ യേശുവിൻ്റെ കാൽപാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് യേശുവിൻ്റെ വചനം കേൾക്കുന്നു. ഇവിടെ രണ്ടാമത് ലാസറസ് മരിച്ചപ്പോൾ ലാസറസ് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുൻപേ മനസ്സിലാക്കിക്കൊള്ളണം, എന്തെങ്കിലും നേടിയതിനു ശേഷം യേശുവിൻ്റെ കാൽക്കൽ വീഴുകയല്ല.
അതിനു മുൻപേ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാ മറിയ. ഇവിടെ മൂന്നാമത് നമ്മൾ വായിക്കുന്നത്, അവളുടെ സ്വച്ഛ ജഡമാംസ തൈലം, എ കോസ്റ്റ്ലി പെർഫ്യൂം കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു? യേശുവിൻ്റെ കാൽക്കൽ ഒഴിക്കുന്നു. ഒരു കാര്യം നമ്മൾക്കറിയാം, നിങ്ങൾക്ക് ആരാധന ഇഷ്ടമാണ് അല്ലേ? ആരാധിക്കാൻ ഇഷ്ടമാണല്ലേ? യേശുവിൻ്റെ കാൽപാദങ്ങൾ വീഴാൻ ഇഷ്ടമാണല്ലേ? എന്നാൽ അതിൻ്റെ പ്രോസസ്സ് എവിടെ തുടങ്ങണമെന്നറിയാമോ? പ്രോസസ്സ് എവിടെ തുടങ്ങേണ്ടത്? അവൻ്റെ കാൽപാദത്തിൽ ഇരുന്നു കൊണ്ട് പ്രാപിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. മറിയയെ ഒന്നാമത് നമ്മൾ കാണുന്നത് എവിടാണെന്നറിയാമോ? യേശുവിൻ്റെ കാൽപാദത്തിലിരുന്ന് പ്രാപിക്കണം. എവിടെ നിന്ന് ആരാധന വരുന്നതെന്നറിയാമോ പാസ്റ്ററെ? എവിടെ ആരാധന വരുന്നത്? യേശുവിൻ്റെ പാദത്തെങ്കിൽ ഇരുന്ന് പ്രാപിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ആരാധന വരാൻ സാധിക്കത്തുള്ളൂ. ഈ ഡ്രമ്മിൻ്റെയോ ഈ താളത്തിൻ്റെ റിതത്തിൻ്റെയോ അതിൻ്റെ പേസ് അനുസരിച്ചല്ല ആരാധന വരുന്നത്. ആരാധന വരുന്നത് അവനിൽ നിന്ന് പ്രാപിക്കുന്നതിനനുസരിച്ചാണ്. അവനിൽ നിന്ന് പ്രാപിക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ആരാധന വരുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവിന് പ്രാപിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ആരാധനയ്ക്ക് എന്ന് പറയുന്നത് സൂപ്പർഫ്ലെക്സ് ആയിട്ടുള്ള, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള, ഉപരിതലത്തിൽ നിന്നുള്ള, ഉപരിപ്ലവത്തിൽ നിന്നുള്ള ആരാധന ആയിരിക്കരുത്. മറിച്ച് ആഴത്തിലേക്ക് ഇറങ്ങി അവൻ്റെ പാദമെടുത്തെങ്കിലിരുന്ന് അവനിൽ നിന്ന് പ്രാപിച്ച് ആ സ്നേഹ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ യു ആർ വില്ലിംഗ് ടു പേ എനി കോസ്റ്റ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.